ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ ദിവസം ഞാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നും ആയിട്ടില്ല. കുറേ നാളായി, പ്ലസ് വണ്ണിൽ കയറിയിട്ട് ഒരു തവണ എങ്ങാണ്ട് ഫ്രീ ഫയർ കളിച്ചത്. പണ്ട് കളിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നു. അങ്ങനൊരു 2022 തൊട്ട് 2020 തൊട്ട് 2023 ആ ഒരു ഞാൻ 23 ആണെന്ന് തോന്നുന്നു. സംതിങ് ലൈക്ക് അതുവരെ അപ്പോൾ ഞാൻ നല്ലപോലെ കളിക്കാനൊക്കെ അറിയാമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഗെയിമിൽ പിന്നെ ഞാൻ കളിക്കാൻ കയറിയപ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കാരണം നമ്മുടെ പണ്ടത്തെ ഫ്രീ ഫയറിന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിപ്പോയി. കാരണം ഞാനൊരു 2019 ഓർ 18 എന്തായിരിക്കും, ഒരു 1920 ഞാൻ കളിക്കാൻ തുടങ്ങുന്നത്. അന്നേരമൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇപ്പം എന്തോ പണ്ട് നമുക്ക് എപ്പോഴും പക്ഷേ പണ്ട് നമുക്ക് എപ്പോഴും ഉള്ളൊരു എന്താ പറയുക തെറ്റ് എന്ന് ഞാൻ പറയാനെന്നുള്ളത് ഗസ്റ്റ് അക്കൗണ്ട് എടുക്കുന്നത്. ഗസ്റ്റ് അക്കൗണ്ട് എടുക്കുന്നത് നമുക്ക് സമാധാനം. ഒരു തവണ എൻ്റെ ഫ്രീ ഫയർ പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഗസ്റ്റ് അക്കൗണ്ട് കൊണ്ട് ഒന്നും പ്രയോജനമില്ല മക്കളെ. അല്ലാത്ത അക്കൗണ്ട് വേണം. പിന്നെ അല്ലാത്ത അക്കൗണ്ടിൽ കുറച്ച് ഇതൊക്കെ ആയിട്ട് ആ അക്കൗണ്ട് അടിച്ച്. കാരണം എനിക്ക് നേരത്തെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, ഒരു 4000 4K ഒരു 1K എബോ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അതായത് ഫ്രീ ഫയർ വീഡിയോസ് ഇടുമായിരുന്നു, അല്ലാത്ത വീഡിയോസ് ഇടുമായിരുന്നു. ഇപ്പോൾ ഇടുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ ആയിരുന്നു. അപ്പം അതൊരു റീച്ചായി വന്ന് ഒരിടയ്ക്ക് അതെങ്ങനെയോ ആ ചാനൽ അടിച്ചു പോയി. ആ ചാനലല്ല, ആ ഇമെയിലേ അടിച്ചു. പിന്നെ റിക്കവർ ചെയ്യാൻ ആ സമയത്ത് അറിയില്ല. എൻ്റെ കയ്യിൽ ഈ ഫോണല്ലായിരുന്നു, വേറൊരു ഫോണായിരുന്നു. എന്നിട്ട് ഇത് കളഞ്ഞു കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത്. ഇതിന് മുമ്പ് വേറെ ചാനൽ ഉണ്ടായിരുന്നു, അതിനൊരു 400 ഉണ്ടായിരുന്നു. അതും പോയി. അതും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇതിപ്പോൾ 200 300 ഭയങ്കര എബോയിലാണ്. ഇനി ഇത് 400 ആകുമ്പോൾ അടിച്ചു പോകുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഇപ്പോൾ അടിച്ചു പോയാലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. പിന്നെ എൻ്റെ ഈ ഒരു അക്കൗണ്ട് അടിച്ചു പോയിട്ട് എനിക്ക് തിരിച്ച് കിട്ടിയതാണ്. മറ്റേ റിക്കവറി അക്കൗണ്ട് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്. പിന്നെ ഇതിന് വലിയ കളക്ഷനൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയുണ്ടെന്ന്. ഇത്രയാണ് ഓളിൽ നമുക്ക് 80,000 ഉണ്ട്. പിന്നെ ഇവിടെ വന്ന അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇനി കുറച്ച് ദിവസം കൂടെ 4 years old ആകും. ഇപ്പം ഞാൻ 2 years old ആണ്. കാരണം ഇതെൻ്റെ വേറെ അക്കൗണ്ടാണ്. പക്ഷേ എനിക്കിപ്പം ഫ്രീ ഫയർ കളിക്കാൻ പറ്റുന്നില്ല പണ്ടത്തെ വരെ എന്നും എനിക്ക് അറിഞ്ഞത്. പണ്ടത്തെ ഒരു ഫ്രീ ഫയർ കളിക്കാൻ ഭയങ്കര പറയാം. പണ്ടാണ് പെട്ടെന്ന് ക്ലിക്ക് ഷോട്ട് കയറുമായിരുന്നു, പിന്നെ കളിക്കാൻ മടിയില്ലായിരുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഇത് കണ്ടപ്പം എന്താ പറയുക, കളിക്കാനൊരു മോഡില്ല. എന്താ പറയുക, എന്തോ ഒരു കളിക്കുമ്പോൾ ഇപ്പോൾ തൊട്ടേനും പിടിച്ചിരുന്നു പൈസ. പണ്ട് നമുക്ക് പൈസ ഇല്ലാതെ സ്ഥലങ്ങൾ കിട്ടുന്നു. പക്ഷേ ഇപ്പം ഇല്ലാതെ തൊട്ടേനും പിടിച്ചെങ്കിൽ പൈസ ഒന്നും വരും. ഇനിയിപ്പോൾ അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അതിൻ്റെ ഉച്ചാണെങ്കിൽ കുറച്ച് കണ്ടിപ്പായിട്ട് ഒച്ചാണെങ്കിൽ ഞാൻ കുറച്ചിടാം. മ്യൂസിക് ഞാൻ മൊത്തം കുറച്ച് വെച്ചേക്കാം. എന്തൊക്കെയോ സിസ്റ്റം പോയാ ഒരുപാട്. ഇതൊക്കെ എന്താ കയറ്റിയതാ? ഇതൊക്കെ എന്നോന്നാണ് എനിക്ക് അതിനോട് ഞാൻ കുറേ കയറിയിട്ട് 1 ഇയർ ആയില്ല, ഒരു 2 months ഓഫ് 3 months. റെസ്റ്റോറൻറ്റ് കയറി ഒറ്റൊരുതാണ്, ഒറ്റ ദിവസം കയറി അന്നത്തോടെ എല്ലാം കണ്ടു ബോധിച്ചു, പിന്നെ ഇറങ്ങി പോകുന്നു. ഇപ്പം 39 കണ്ടല്ലോ. അല്ലാണ്ട് നമുക്കിത് റീച്ച് ആക്കണം. ഞാൻ വിൽക്കാൻ പറ്റത്തില്ല. സ്കീവറിൽ ഞാൻ ഇതിന് മുമ്പ് പ്ലാറ്റിനം ആണെന്ന് തോന്നി. നോക്കട്ടെ, പ്ലാറ്റിനമായിരുന്നു എനിക്ക് തോന്നുന്നത്. എവിടം വരെ എത്തിയായിരുന്നു? സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം 4 വരെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ പിന്നെ 4-ലെത്തി. ആ സമയത്താണ് എന്താ പറയുക, SLC പരീക്ഷയാണ് എങ്ങാണ്ടോ വന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പിന്നെ അത് ഓരോ എന്താ പറയുക, ഓരോ ഇതിൻ്റെ കഴിയുമ്പോൾ അതിലും കുറയും. നമുക്ക് കുറച്ച് ഇതാക്കാൻ വേണ്ടി ഇങ്ങനെ പോയി സിൽവർ നിൽക്കുന്നു. അപ്പം ഞാൻ ഇപ്പോൾ കളിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ഗെയിമാണ്, ചുമ്മാ ഒരു അപ്പം എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. പിന്നെ എന്താ പറയുക, എനിക്ക് അറിഞ്ഞോളൂ, അവിടെ പോയി എനിക്ക് ഇഷ്ടമാണ്. മീപ്സാണുള്ള ബുദ്ധം അവിടെ പകുതി എന്താ പറയുക 1-2 എന്തായാലും ഒരു 100% 1% അങ്ങനെ പ്രോപ്പർട്ടീസ് ആൽപ്പേനിലൊന്നും ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതുവരെ ഞാൻ കളിച്ചത് 10 പേര് മീപ്സാണ്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് കളിച്ച് തുടങ്ങിയവരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് മീൻ ചെയ്യാൻ വെച്ചേക്കാം. അപ്പോൾ അതവിടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കട്ടെ. ഫ്രണ്ട്സൊക്കെ ഇപ്പോഴെന്താ ഉണ്ടോ അതിനെ നോക്കാം. കുറച്ചേരൊക്കെ പേര് മാറ്റി എൻ്റെ ഡൈനമൈറ്റ് എൻ്റെ കൊച്ച് ഡൈനമൈറ്റ് അതാണ് കൂട്ടുകാരി കേട്ടോ. എൻ്റെ കൊച്ചെന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്കാരൻ കയറിയിട്ട് പറയും. കാരണം പുള്ളി ഇപ്പോൾ 10th-ലാണ്. ഞാനിപ്പം എൻ്റെ പൊന്നെ ഇപ്പം ഡൈനമൈറ്റ് പോയി വലിയ അപ്ഡേറ്റ്സ് ഉണ്ടോ എന്ന് നമുക്കെന്നാ എവിടെയാണെന്ന് അതൊന്നും നടത്തി പറയാമല്ലോ. ഓക്കെ, അപ്പം
മന്തിൽ ഞങ്ങളിപ്പോൾ ലെവൽ 5 നിൽക്കുന്നത് ലെവൽ 5 ലെവൽ 6 ഞങ്ങൾക്ക് എനിക്ക് അറിവുകൂടെ അങ്ങനെ ആകുന്നു. കാരണം ഞാനിപ്പോൾ കയറിയെങ്കിലും പുള്ളിക്കിപ്പോൾ കയറാൻ പറ്റത്തില്ല. ഈ അവധികളിലൊക്കെ കയറാൻ പറ്റും, വലിയ അവധിക്ക്. കാരണം ഷീസ് ഇൻ ടാം ഗൈസ് ടാം. അതാണല്ലോ എനിക്ക് ഓരോ ഭക്ഷണം ഇല്ലാന്ന് കുറേ കളിച്ചിട്ട്. അതാ ചുമ്മാ എന്നൊക്കെ നോക്കാം. ഇതെല്ലാം മതി മര്യാദ ഞാൻ നോക്കുന്നുണ്ട്. ഇതുപോലെ കളിക്കാൻ കണ്ട് ഇതാണ് എൻ്റെ ഐഡിയ. വലിയ പ്ലെയർ ഒന്നും അല്ലേ, ചെറിയൊരു സെറ്റപ്പ് ഒന്ന് പോകുന്നു. അപ്പം ഇതാണ് ഞാൻ ഇനി ഉടനെ ചിലപ്പോൾ ഇതിലിച്ചിരി ഒന്ന് പഠിച്ചു തരണം. ഇതിലിച്ചിരി ഒന്ന് പഠിച്ചു തന്നതിന് ശേഷം പി സിയിലോട്ട് മാറിയാലോ എന്നൊരു ചിന്തയുണ്ട്. പി സി ഇല്ല, ലാപ്ടോപ്പിലോട്ട് മാറിയാലോ എന്നൊരു വിൻഡോസിലോട്ട് കയറ്റണമെന്നൊരിതുണ്ട്. അപ്പം ഞാനിപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ലാപ്ടോപ്പ് കാണിച്ചു എൻ്റെ ലാപ്പിൽ ഞാൻ അങ്ങനെ ഗെയിമൊന്നും കളിക്കാറിയായിരുന്നു. ഈ ഇടയ്ക്ക് റോബ്ലോക്സ് കയറി. പിന്നെ അതിൻ്റെ കൺട്രോൾ ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനിയൊന്ന് ഫ്രീസറിൻ്റെ കൺട്രോൾ നോക്കി ഇതിന് അത്യാവശ്യമാണല്ലോ പേരൊന്നുമായി എന്ത് ഈവൻ കണ്ടോളൂ പോക്കാം. നമുക്ക് സാധനം കയറി ഞാൻ പറഞ്ഞു വന്നെന്നാ വന്നോടാ ഇത് നീ പറഞ്ഞു വന്നു വന്നു പണ്ട് നിങ്ങൾ ഇപ്പോട്ടെ. ഞാനൊക്കെ ഇനി എനിക്കിത് കയറ്റി ഇത് കഴിച്ചതിൻ്റെ കൺട്രോൾ ആയതിനു ശേഷമാണ് എനിക്കിനി പി സിയിലോട്ടാക്കാം. പി സിയിൽ എൻ്റെ ഇമെയിലല്ല കിടക്കുന്നത്, അത് വേറെ കാര്യം. ഞാൻ ഇങ്ങനെ കയറ്റണം. എനിക്കൊരു പരിപാടി എനിക്ക് എന്നെ ഭയക്കോടെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. പണ്ട് നിങ്ങൾക്ക് പറഞ്ഞ് ഗോൾഡൻ ഡേയ്സ് ആയിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർക്കൊന്നും ആ ഒരു ഫീല് കിട്ടത്തില്ല. പണ്ടത്തെ ഫീൽ എന്ന് പറഞ്ഞാൽ അതേ ഫീലാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ വരുന്നതുകൊണ്ടാണ് പകുതി യൂട്യൂബ് നിർത്തിപ്പോൾ കിട്ടും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പകുതി പേരും പോകുന്നത് തന്നെ. എന്താ പറയുക, നമുക്കിപ്പോൾ വണ്ടി ഇന്ന് അടിത്തേ ഈ ഹൈഫിനി നമ്മളിപ്പോൾ ജനകേസ് ഗെയിം തുടങ്ങുന്നുണ്ട്. ഗെയിമിൻ്റെ കളി കാരണം എൻ്റെ കളി എനിക്ക് കാണാൻ പറ്റുമോ കേൾക്കാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ. അയ്യോ കണ്ടിട്ട് എനിക്ക് അറിഞ്ഞ എൻ്റെ ടെക്സ്റ്റ് പാക്ക് ഓണില്ലാത്തതുകൊണ്ടായിരിക്കും എല്ലാവരും ഈ വേഷത്തിൽ കാണുക. ചിലപ്പോൾ വേറെ എനിക്ക് അറിഞ്ഞുവിടാ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഒച്ച മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം എൻ്റെ റിയൽ ഒച്ചയല്ല ഇരുന്നത്. കാരണം ഞാൻ ഇവിടെയാണ് പറഞ്ഞത് സ്നോഫോളിലാണ് നിങ്ങൾ എപ്പോഴും വരുന്നത്. അത് കാരണം അവിടെ AK-47 എൻ്റെ വീക്ക്നെസ് AK-47 ആ ഗണ്ണൊന്നും എനിക്ക് വേറെ ഒരു ഗണ്ണുണ്ട്. അങ്ങനത്തെ ഒരവസ്ഥയാണ്. എന്താ പറയുക, ഇവിടെ ചെല്ലാൻ വന്നിരിക്കുന്നത് ഒന്നാമത് എത്തിയില്ലേ ഇപ്പോൾ പറയാം. എത്തും ഡേയ്സ് ഇവിടെ ഇപ്പം എനിക്ക് അറിഞ്ഞത് AK-47 ഒക്കെ കിട്ടുമോ, നേരത്തെ കിട്ടുമായിരുന്നേക്കെ. ഇപ്പോഴത്തെ കാര്യം എനിക്കൊന്നും അറിഞ്ഞൂടാ. ഐ ആം ഹെൽപ്ലെസ്. ഇനി ആരെങ്കിലും വന്ന് എന്നെ അടിച്ചിരുന്നു എനിക്ക് അറിഞ്ഞൂടാ. കാരണം എൻ്റെ കൺട്രോൾ മൊത്തം പോയിരിക്കുക. അയ്യോ ഇതെൻ്റെ പഴയ കൺട്രോളൊക്കെ തന്നെയാണ്. കണ്ടോ, പഴയെന്ന് പറഞ്ഞാൽ എപ്പോഴോ എടുത്ത് വെച്ച് കൺട്രോൾ ഇറങ്ങുമ്പോൾ തോക്ക് കിട്ടുമോ സീരിയസ്ലി? ഇറങ്ങുമ്പോഴേ തോക്ക് കിട്ടുമായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഈ വീഡിയോയിൽ കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റാൻ പറ്റുമല്ലോ. ഓക്കെ നമുക്കിപ്പോൾ ഏതോ ഒരു കണ്ണ് കിട്ടിയിട്ടുണ്ട്. ഞാൻ തന്നെയാണ് വെടിവെക്കുന്നത് എന്നിട്ട് ഞാൻ തന്നെ പേടിക്കുന്നത്. എവിടുന്നോ അരിയുണ്ട്. അതെന്തുവായിരുന്നടേ അത്? ഞാൻ ഒറ്റമായ എല്ലാം മാറിപ്പോച്ച്, എല്ലാമേ മാറിപ്പോച്ച്. കൈസ് നേരത്തെ ഇച്ചിരിങ്ങളൊക്കെ അടിക്കാൻ പറ്റുമായിരുന്നു. എല്ലാം പോയി. നല്ലതാണ്. കീപ്പ് ഇറ്റ് അപ്പ്. ഞാൻ അത്ര പറയുന്നുള്ളൂ. കീപ്പ് ഇറ്റ് അപ്പ്. ഇപ്പോൾ ഇതേപോലെ മുമ്പ് ഞാൻ മാത്രമാണ് ഈ തോക്കെടുത്താലും. അയ്യോ മിസ് എനിക്കറിഞ്ഞൂടാ. അറിയാതെ വെടി ഒന്നിനെയായത് കൂട്ടി വെച്ചേക്കുന്നതാണ് എനിക്കറിഞ്ഞൂടാ. ഒരു സേഫായിട്ടുള്ള സ്ഥലത്തെ ഇപ്പോൾ വരും. സുഖം പോയിട്ട് ഇതങ്ങ് പോവുക. എനിക്ക് തോന്നുന്നു വീഡിയോ നോക്കണം. പോവാൻ ഇപ്പം ഞാനും ദൂരം പോകത്തേക്കും എനിക്ക് തോന്നേ. നമുക്ക് ഓടാൻ ഗീസ് സോൺ വന്നിരിക്കുന്നു. വണ്ടി എടുക്കാൻ പോവുക.
ഇനി വണ്ടി ഓടിക്കാൻ ഞാൻ മറന്നു കാണാം എൻ്റെ കുറ്റത്തിന് തീരുന്ന ഇത് ഏത് സെറ്റിങ്സ് ആണ് എനിക്കറിഞ്ഞത് ചത്തി അത്തി 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 ഹോ ഇതൊക്കെ ഏതൊക്കെ സെറ്റിങ്സ് ഏതോ കാലത്തിന് ഉണ്ടാക്കിയിട്ടാണ് മരിക്കത്തിരിക്കണോ ഒക്കെ തുടങ്ങി കണ്ടു എനിക്ക് ഞാൻ ഇത്ര ആളും മുഴുപ്പിലൊക്കെ ഉണ്ടെങ്കിൽ എനിക്കത് കണ്ണു കണ്ടൂടെ പണ്ട് ഇപ്പം നമ്മൾ ട്രൈ പിന്നെ ഞാൻ പ്രോട്ട് ഇങ്ങനെയായിരുന്നു തരടാ അയ്യോ അമ്പ് ഇവിടുന്ന് മേടിക്കിട്ട് എടുത്തിട്ട് പോയില്ലേ കറിഞ്ഞത് കത്തില്ല കിറ്റ് മേടിക്കിറ്റ് then upgrade then go to അപ്പാ ചത്തി 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 അങ്ങനെ വായിക്കാൻ പോയി ദൈവമേ പോലത്തെ നല്ല രസമായിരിക്കുന്നു നമുക്ക് മുടിച്ചെടുക്കാം ഇതൊക്കെ എന്താ പറയുക 12 മെഡിക്കറ്റുണ്ട് ഇനി മെഡിക്കറ്റ് അടിക്കാതിരുന്നാൽ എനിക്ക് എന്താ പറയുക 3 അടിക്കും സ്വന്തം നിന്ന് ഓടിക്കും സോൺ വരുന്നത് ഇഷ്ടപോലെ നിൽക്കുകയാണ് ഇതാണ് കേസ് എനിക്ക് ആൽപ്പന ഇഷ്ടമുള്ള മൊത്തം ന്യൂബ്സാണ് ഇപ്പോൾ കഥ കളിക്കുന്നുണ്ട് ബട്ട് എന്താണെന്ന് അറിയില്ല ഗേസ് പണ്ടത്തെ വരെ കളിക്കാൻ പറ്റുന്നില്ല എനിക്ക് സങ്കടം വരുമ്പോൾ ഓർക്കുമ്പോൾ ഓക്കെ ഓക്കെ വിത്ത് ദാറ്റ് ഇതൊക്കെ ആരാടേ ഓടിപ്പോണെങ്കിൽ അടുത്ത് ഓടിക്കാൻ ഇതൊക്കെ ഓട്ടില്ല അതിൻ്റെയൊക്കെ പണി ആ നമ്മൾ അടിക്കും തിരിച്ചടിക്കാൻ അറിയുമ്പോൾ ഈ അവനറിയാവുന്ന ഊപത്തിലാന്ന് തോന്നുന്നു പറഞ്ഞായിരുന്നല്ലോ എനിക്ക് ഫംഗ്ഷൻ ഒക്കെ കിട്ടി എനിക്ക് ആരെയും പേടിയില്ല ഇവനെ കൂടെ എടുത്തേക്കാം വേറെ ഉള്ള ചായൻ്റെ കുഴപ്പമില്ല തിരിച്ച് എനിക്കങ്ങനെ ഇത് എനിക്കെൻ്റെ കുഞ്ഞിനെ കിട്ടി 2 ശതമാനമേ ഉള്ളൂ അപ്പോഴത്തേക്കും നമുക്ക് കുത്തിയിടാം അല്ലാതെ വേറെ പരിപാടിയൊന്നും എനിക്ക് നടക്കുമോ പോകുന്നില്ല പക്ഷെ എന്താ ചിക്കുമോ ബുവേ അടിക്കുമോ അവിടെ ഒരു യുദ്ധം നടക്കുന്നു ഇതൊക്കെ ആരെയാണോ നമുക്ക് അവിടെ ഏതോ യുദ്ധം നോക്കണം ടെൻഷൻ ചെയ്യണ്ട ഓക്കെ രക്ഷോട്ട് കയറുന്നുണ്ടേ അത് കേക്കാണ് എനിക്കതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കാറ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോക്കാൻ ശരി സ്പീഡ് വേണ്ട തോന്നുന്നുണ്ട് ചേരടെ ആരോ ഇടിച്ച് എനിക്ക് അതുകൂടെ അവിടെ നിന്നു നല്ല തോക്കും വെച്ച് അടിക്കുന്നത് എനിക്ക് മനസ്സിലായി നല്ല തോക്ക് വെച്ച് അടിക്കുന്നത് ആരാണ് അടിക്കുന്നത് നിർത്തി ഉപ്പ വരും നമുക്ക് ഹെൽത്ത് കുറവാണ് അത് വേറെ കാര്യം വരുമ്പോഴേക്ക് ഇത്രേ ഉള്ളൂ കാര്യം ചെയ്യും ഓ നേരത്തെ ആ കാലമാണ് 4 വരെ ഉള്ളൂ 2 വരെ ഉള്ളൂ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ചെയ്യും ജയിക്കില്ല എൻ്റെ ഒരു സെക്കൻഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു അയ്യോ എനിക്കത് പെട്ടെന്ന് ഊർന്നു കേട്ടോ നമ്മൾ എത്രയും എടുത്തു സത്യം തന്നോ 7 എടുത്തു വെച്ചത് അല്ലെങ്കിൽ നമ്മളൊന്നും ചിരിക്കും കേസ് ഇനി 2 പേരും കൂടി പോകും യവന്മാർ ഇവിടെയാണ് നമുക്ക് എങ്ങോട്ട് പോകാം ഓ ഇനി അവനും കൂടെ ഉള്ളൂ അവളാണ് യെസ് നമ്മളെപ്പോലെ അവളിലാണത് ഒച്ചോട്ട് കിട്ടിയിട്ടുണ്ട് കൊല്ലം എളുപ്പം തോന്നുന്നു എളുപ്പമാണ് ഞാൻ എത്ര അടിച്ചെന്നോ ഞാൻ അവളെ എത്ര അടിച്ചെന്നുണ്ടായിരുന്നോ ചെയ്യാൻ പറ്റിയില്ല പ്രൂഫ് സത്യം പറഞ്ഞാൽ ഞാനല്ലേ എൻ്റെ വീക്കെൻഡ് അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ആയിട്ടുണ്ട് നമ്മൾ സെക്കൻഡ് ഹാൾ ഉപയോഗിച്ച് ഇത് ഹാക്കായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമുക്ക് കളി കയറാൻ ഇതാവത്തില്ല എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ലെവൽ കൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ നമ്മളെ സിയറൊക്കെ പോകുന്നുള്ളൂ പക്ഷേ എയർപോർട്ട് എന്നാണല്ലോ
അടുത്ത പൈസ. വാവ്, വേണ്ട. ഞാൻ ഡയമണ്ട് ഒരു അക്കൗണ്ടിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. എടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊക്കെ എടുത്ത് തന്നെ കാണിക്കാനാണ്, ചുമ്മാ സാധനം വാങ്ങി കൂട്ടാനാണോ. പോട്ടെ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഗൈസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ഡു എവരിത്തിങ് ആൻഡ് പിന്നെ ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും ബൈ. പിന്നെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു കാര്യം ഞാൻ നോക്കുന്നത്. എനിക്ക് പറയാമെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള എൻ്റെ ഈ വോയിസ് എന്നെ ശരിക്കുള്ളതല്ല, ഞാൻ ക്യാപ്കട്ട് വഴി എടുത്തതാണ്. ഇതാരും എൻ്റെ ശരിക്കുള്ള വോയിസാണെന്ന് വിചാരിക്കരുത്. ഇനി ഒരു കാലം ഞാൻ വോയിസ് ഇടുവാണെങ്കിൽ ഈ ഇതെല്ലായിരുന്നല്ലോ ആയുസെന്ന് ആരും വിചാരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഈ വോയിസിനേക്കാളും ഭയങ്കര ഒറ്റമുള്ളാത്ത വോയിസാണ് എൻ്റേത്. അതുകൊണ്ടാണ് ഈ വോയിസ് ചേഞ്ചർ വെച്ച് എടുക്കുന്നത്. കാരണം എൻ്റെ മൈക്ക് ഭയങ്കര ഒരു അലുക്കൊഴുത്ത് മൈക്കാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വോയിസ് കൃത്യമായിട്ട് മൈക്ക് പിടിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ചേഞ്ചർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് പറയാനാണ് ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആണ് ഇതൊന്ന് ഓർത്തത്. അപ്പം ഇത്രേ ഉള്ളൂ.